ഞാൻ പുതിയ ഉപ്പ നിന്റെ അവസാനം നിഹാലിന്റെ സുഹൃത്ത് നിക്കാഹ് കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് പുതിയോട് ചോദിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള മഹിന് ഈ വിവാഹത്തിന് ഭൂതക്ക് സമ്മതമാണോ എന്നുള്ളതാണ്. ഈ വിവാഹത്തോടെ പുതിയ കൂടെ ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഓരോന്നും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടയാളങ്ങൾ ഉൾപ്പെടുത്തി അന്ത്യനാളിനെ വിളിച്ചു വരുത്താനുള്ള ശ്രമത്തിലാണ് ചില മോഡേണിസ്റ്റുകൾ. മുസ്ലിമാണെന്ന് പറയുകയും ഇസ്ലാമിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ അവരുടേതായ വ്യക്തിജീവിത വ്യവഹാരങ്ങളൊക്കെ തോന്നിയ പോലെ മതത്തിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ പോലെ നിർവഹിക്കുന്നു. ഇങ്ങനെ പല കോപ്രയങ്ങളും പലരും ചെയ്യാറുണ്ട്. അതിൽപ്പെട്ട ഒരു പരിപാടിയാണ് നമ്മൾ ആദ്യത്തിൽ കണ്ട ആ വീഡിയോ ദൃശ്യം. അതൊരു വിവാഹം, നിക്കാഹ് ആണ് എന്നാണ് അവകാശപ്പെടുന്നത് എങ്കിലും അതൊരു കൂട്ടിക്കൊടുപ്പ് മാത്രമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസികൾക്ക് പറയാനുള്ളത്. ഖാദിയാനികളൊക്കെ ഈ രൂപത്തിൽ ചില നിക്കാഹുകളൊക്കെ നടത്തിയതായി കാണാറുണ്ട്. ഇവർ ഖാദിയാനികളാണോ എന്നറിയില്ല. ഏതായാലും അവർക്ക് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലക്ക് അവർക്ക് എന്തും ചെയ്യാൻ അധികാരമുണ്ട്. അതേസമയം ഇതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, നിക്കാഹായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ തറപ്പിച്ചും ഉറപ്പിച്ചുമൊക്കെ ആ നടത്തിയ വിദ്വാൻ പറയുന്നത് കേട്ടപ്പോൾ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായതുകൊണ്ട് തന്നെ ഇവർ ഏത് ജാതിക്കാരും ഏത് മതക്കാരുമാണെങ്കിലും ശരി, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിക വിശ്വാസങ്ങളും കർമ്മങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ ഇത് സംബന്ധമായി എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ് നാം നൽകുന്നത്. അവർക്ക് ഫിഖ്ഹോ ഇസ്ലാമോ മതമോ നിയമമോ ഒന്നും പ്രാബല്യമല്ല. യുക്തിവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും ഇസ്ലാമിനെ പൊളിച്ചെഴുതാനും യുക്തിവാദത്തിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനുമൊക്കെ പലരും രംഗത്തിറങ്ങിയ കാലമാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ഏതോ ആളുകളാണെന്നാണ്, ഇതിന്റെ കേട്ടുകളിവില്ലാത്ത ആളുകളാണ് ഇവർ എന്ന് തോന്നുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഭ്രാന്ത് ഇളകുക എന്ന് പറയാറുണ്ട് സാധാരണ. എന്നാൽ ഈ ഭ്രാന്തിന് കയ്യും കാലും വെച്ചാൽ ഇതുപോലെ ഉണ്ടാകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക, ഗിന്നസ് ബുക്കിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കയറി പറ്റുക, അതുപോലെ സപ്ത അത്ഭുതങ്ങളെ പൊളിച്ചെഴുതി എട്ടാത്ഭുതങ്ങളാക്കി മാറ്റുക എന്നൊക്കെയാണ് തോന്നുന്നത് ഇവരുടെ ലക്ഷ്യങ്ങൾ. അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പേരെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യണമല്ലോ, എന്നാലല്ലേ ആളുകൾക്കുള്ള അറിയപ്പെടുള്ളൂ. അപ്പം അതിനൊക്കെയുള്ള ഒരു കുത്സിത ശ്രമമാണോ ഇതെന്നറിയില്ല. മുമ്പ് ഒരു അക്ബർ എന്നുള്ള പേരുള്ള ഒരാൾ ലോകത്ത് വേറെ ആരും നടത്തി കാണാത്ത ഒരു വീഡിയോ നിക്കാഹ്, ഇസ്ലാമി അന്യമായ ഒരു നിക്കാഹ് നടത്തിയത് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ മറ്റൊരു പുതിയ പതിപ്പായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇത് വിലയിരുത്തുമ്പോൾ ഒരു പഠനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പഠനത്തിൻ്റെ ഒരു അവസരം നൽകി എന്ന നിലക്ക് ഈ ഒരു സംഭവം വീണ് കിട്ടിയത് ഒരു നല്ല കാര്യമാണ്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പം സത്യവിശ്വാസിയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഈ നടന്നിട്ടുള്ള പരിപാടി, അതിന് ഇസ്ലാമിൽ ഒരു നിക്കാഹ് എന്ന് പറയാനുള്ള പല നിബന്ധനകളും യോജിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് ഇസ്ലാമിക നിക്കാഹല്ല. ഈ നിക്കാഹിലൂടെ അവർ ബന്ധപ്പെടുന്ന പക്ഷം വിരുന്നു പോയിട്ട് ചില ആളുകൾ ഉണ്ടാവും, സംബന്ധം നടത്തുന്നവർ എന്നതുപോലെ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ഇതിനൊരു മനസ്സമ്മതമാണെന്ന് പറയാം. കാരണം രണ്ടാളും വിവാഹം നടത്തുന്നതിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാളും തലയാട്ടിയിട്ടുണ്ട്. അവർ സംസാരിക്കാൻ കഴിവില്ലാത്തവരാണോ എന്ന് അറിയില്ല. ആണെങ്കിൽ അത് പ്രശ്നമാണ്, അല്ലെങ്കിൽ തലയാട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ മനസ്സമ്മതം അവർ ശരിവെച്ചിട്ടുണ്ട് എന്നല്ലാതെ പരസ്പരം തൊടുവാനോ അല്ലെങ്കിൽ ബന്ധപ്പെടുവാനോ ഉള്ള ഒരു ലൈസൻസും അവിടെ ലഭ്യമായിട്ടില്ല ഇസ്ലാമിൻ്റെ ഫിഖ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. ഇവിടെ ഇസ്ലാമികമായി ഇതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ
നിക്കാഹിൽ 5 നിബന്ധനകൾ മേളിച്ചാൽ മാത്രമേ ഇസ്ലാമിൽ പറയപ്പെട്ട നിക്കാഹ് ആവുകയുള്ളൂ. ഒന്ന്, വിവാഹം തയ്യാറായി നിൽക്കുന്ന പെണ്ണുണ്ടാവണം. മറ്റൊന്ന്, വിവാഹത്തിന് വരുന്ന പുരുഷനുണ്ടാവണം. മറ്റൊന്ന്, ആ പെണ്ണിൻ്റെ വലിയുണ്ടാവണം. മറ്റൊന്ന്, 2 സാക്ഷികൾ അവിടെ ഉണ്ടാവണം. 5-മത്തത്, ആ നിക്കാഹ് നടത്തുന്നതിന് ഈജാബ് കബൂൽ എന്ന് പറയുന്ന പദാവലികൾ തന്നെ ഉണ്ടാകണം. മിണ്ടാതിരുന്നത് കൊണ്ടോ തലാട്ടിയത് കൊണ്ടോ അതൊക്കെ ഭ്രാന്തന്മാരുടെ ലക്ഷണമായിട്ടേ മനസ്സിലാക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തലാട്ടുക. ഇവിടെ ഇപ്പോൾ ആ പറയുമ്പോൾ തലാട്ടലും നടന്നിട്ടില്ല. കാരണം ഇവിടെ നിക്കാഹിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നിക്കാഹിൻ്റെ സീഗ എന്ന് പറയുന്നത്. ആ സീഗ ഇവിടെ പറഞ്ഞിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ വലിയ അവിടെ ഉണ്ട്, പിതാവ് എന്ന് പറയുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് നിക്കാഹായിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് എന്താ സംശയം കൊണ്ടോ എന്താണെന്നറിയില്ല. ചില ആളുകൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകാറുണ്ട്. ഞാൻ തന്നെയാണോ ഇതിൻ്റെ ആളെന്നൊക്കെ സംശയിക്കുന്ന പല ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പം എന്തായാലും വേണ്ടിയില്ല, അത് നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമില്ലാതെ അവർ നോക്കിക്കൊള്ളട്ടെ. പെണ്ണിനൊക്കെ ഒപ്പം ഇരുത്തിയും കണ്ട് ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ സാധാരണ ഇല്ലാത്തതാണ്. കേരളത്തിൽ ഏതായാലും ഇല്ല. പല രാജ്യങ്ങളിലും പലതും ഇല്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെയൊക്കെ പലതും നടക്കുന്നുണ്ട്. നമ്മളതല്ലല്ലോ. നമ്മൾ ഇസ്ലാമിക ഫിഖ് അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ഒരു സമൂഹമാണ്. ഇവിടെ പെണ്ണിനെ ഒപ്പം ഇരുത്തി കണ്ട് ഹറാമ്, ആ പെണ്ണിനെ എത്രയോ ആൾക്കാരാണ് അവിടെ കാണുന്നത്. അവർക്ക് കാണൽ അനുവദനീയമല്ലാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ടാകും. അവരൊക്കെ കാണാൻ ഈ പെണ്ണിനെ അവിടെ ഇരുത്തിയിട്ട് അവർ നടത്തിയിട്ട്. പക്ഷേ ഇവർക്ക് ഇസ്ലാമല്ലല്ലോ. ഇസ്ലാമിനെ പൊളിച്ചെയ്തൊരു മോഡേണിസത്തിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. അതിനു വേണ്ടിയാണല്ലോ ഈ പരിപാടികളൊക്കെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഭാര്യയുണ്ട്, ഭർത്താവുള്ള ആളുണ്ട്, വലിയുണ്ട്. ഈ സാക്ഷികൾ അവിടെ ഉണ്ടാവും വിചാരിക്കുക. 2-3 ആൾക്കാർ, കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ ഘടകമായിട്ട് വേണ്ടത് സീഗയാണ്. ഈജാബ് കബൂല് എന്നുള്ള ആ വാക്യം ഇവിടെ വേണം. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ മറ്റൊരു ഭ്രാന്തയിൽ കാണിച്ചിട്ടുള്ളത്, ഈ പെണ്ണിനെ വക്കാലത്തൻ അൻഹുമ എന്നാണ് ഈ മനുഷ്യൻ വലിയാണെന്ന് പറയുന്ന ആള്, ആ പെണ്ണിന്റെ വാപ്പയാണെന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുള്ളത്. വാക്കുകളാണ് ആദ്യം നമ്മൾ പഠന വിധേയമാക്കേണ്ടത്. أقوم بالزواج وبتنكيح بين هدى بنت رزين عائشة وأوصاف أحسن ونهال بن فيروز باقوتي وميمونة بمهر مقوم وقالة عنهما بارك الله لكما وبارك عليكما وجمع بينكما في خير. ഇവിടെ ഇദ്ദേഹം പറയുന്നത് അഖൂമു ബിസ്സവാജി വബിൻ നിക്കാഹ് ബൈന ഹുദ ബിൻത് റസീന ആയിഷ വ ഔസാഫ് അഹ്സൻ വ നിഹാൽ ഫറൂസ്. അറബി എഴുതാൻ അറിയാത്ത ആളെ കൊണ്ട് എഴുതിച്ചാൻ തോന്നുന്നുണ്ട്. അവിടെയൊക്കെ അറബിയിലാണ് ഏതെങ്കിലും ഫൈറൂസ് എന്നൊക്കെ എഴുതേണ്ടത്. അദ്ദേഹത്തിന് എഴുതി വായിക്കുകയാണ്. അദ്ദേഹം ഓതുന്ന ആയത്തും ഹദീസൊക്കെ അതിനനുസരിച്ച് നല്ല കറക്റ്റും കാണുന്നുണ്ട്. ഇത് പരിചയമില്ലാത്ത ആൾ ചെയ്താൽ ഇങ്ങനെ തന്നെയാണ്. ഇതിനൊക്കെ ശരിക്കുള്ള ഒരു വകുപ്പുള്ള ആളുകളുണ്ട്, പ്രാക്ടീസ് ഉള്ളവർ. അവരൊന്ന് വിട്ടുകാണ്ട് സ്വന്തം തന്നെ നടത്തിയിട്ട് വലിയ ആളുകളാകണം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളും പലപ്പോഴും സംഭവിക്കും. ഏതായാലും നിഹാൽ ഫറൂസ് ബാബുട്ടി വ മൈമൂന ബി മഹരി മുഖവ്യം വക്കാലത്തൻ അൻഹുമ. ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു മഹാ അബദ്ധം, വക്കാലത്തൻ അൻഹുമ. ഇവിടെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വലിയുണ്ട് എന്നാ പറയുന്നത്. ഇദ്ദേഹം വലിയാണത്രേ. എന്നാൽ നിക്കാഹ് സ്വീകരിക്കുന്ന പുതിയാപ്പളിനെ അവിടെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പം അയാൾ ഇദ്ദേഹത്തിന് വക്കാലത്ത് കൊടുത്തിട്ടുണ്ടാവും എന്നായിരിക്കാം വാദം. അത് നമ്മൾ അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പെണ്ണിൻ്റെ വലിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനത്തെ പെണ്ണിനെ തൊട്ടും വക്കീലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പദത്തിലുള്ളത്. പെണ്ണിന് കെട്ടിച്ചെടുക്കാനോ വക്കാലത്ത് കൊടുക്കാനോ ഈ വിഷയത്തിൽ യാതൊരു അധികാരവുമില്ല. ഈ പെണ്ണിൻ്റെ വലിയ പറയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പെണ്ണിനുള്ള ഇല്ലാത്തൊരു അധികാരം പെണ്ണിന് ചാർത്തിയിട്ട് അത് തൻ്റെ പേരിൽ ചുമത്തിയിട്ട് താൻ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭ്രാന്ത്, കയ്യും കാലും വെച്ച ഭ്രാന്ത്. സ്വന്തമുള്ള അധികാരം വേറെ മോൾക്ക് പതിച്ചു നൽകിയിട്ട് ആ മോൾക്ക് വക്കീലായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ചികിത്സയില്ലാത്ത രോഗം, അതാണ് ഇദ്ദേഹത്തിന് പിടിപെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തോന്നുന്ന മാതിരി മതത്തെ പൊളിച്ചെഴുതുന്ന രീതിയിൽ ആക്കിയാൽ പറ്റില്ല. സംബന്ധമായിട്ട് കിതാബിൽ എന്ത് പറഞ്ഞു എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യമാണ്. നിക്കാഹിൻ്റെ വിഷയത്തിൽ ഇവിടെ നമുക്ക് വലിയ ഫാൾട്ടായി സംഭവിക്കുന്നത്, ഇദ്ദേഹം വക്കീലായി 2 ഭാഗത്തിൻ്റെയും എന്നത് തന്നെ ശരിയല്ല. കാരണം
രണ്ട് ഭാഗവും ഏറ്റെടുക്കാൻ ഒരപൂർവ മസ്അല മാത്രമേ ഇസ്ലാമിക ഫിഖ്ഹിൽ കാണാറുള്ളൂ. വലിയുപ്പാനെ കുറിച്ചുള്ളൊരു വിവരണമുണ്ട്. ആ വലിയുപ്പയാണ് രണ്ട് പേരമക്കളുടെയും വലിയായി വരുന്നത് എങ്കിൽ അവിടെ അദ്ദേഹത്തിനക്ക് രണ്ട് പേരക്കുട്ടികൾക്ക് ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടത്തി കൊടുക്കാൻ ആ രണ്ട് കാര്യവും രണ്ട് പക്ഷവും ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. അതല്ലാത്ത വാപ്പാക്ക് പോലും ആ അധികാരമില്ല. ഉപ്പാപ്പാക്കാണ് ഒരു അധികാരമുള്ളത്. ആ അധികാരം ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്, രണ്ടു ആളുടെയും വക്കീലാവുക എന്നുള്ളത്. അത് തന്നെ ആ വിഷയത്തിൽ പോക്കാണ്, ശരിയായ സമീപനമല്ല അതിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വക്കാലത്തായിട്ട് അഭിനയിക്കുകയും അത് വക്കാലത്തല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. അതിന് ഭ്രാന്തി എന്നാണ് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വാചകം. ഇനിയിപ്പോൾ രണ്ടാമതായി വിവാഹം കഴിക്കുമ്പോൾ പിന്നെ വേണ്ടത്, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈജാബ് കബൂലിന്റെ വാചകം വേണം. അതിനെക്കുറിച്ച് സീഗ ഉണ്ടായിരിക്കണം, അതും ഷർത്താണ്, അതും നിബന്ധനയാണ്, ഫർളുകളാണ് എന്ന് പറഞ്ഞിട്ട് ശുരിത്ത ഫീഹ, ആ സീഗക്ക് ചില നിബന്ധനകളുണ്ട്. അതെന്താണ്? ഈജാബും മിനൽ വലിയ്, പെണ്ണിന്റെ വലിയായി വരുന്ന വാപ്പയോ ഉപ്പാപ്പയോ ആങ്ങളമാരോ അല്ലെങ്കിൽ ആ പോസ്റ്റിലുള്ളവരോ ആരാണെങ്കിലും ശരി, ആ വലിയിന്റെ വക്കൽ നിന്ന് ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന പദം ഉണ്ടാകണം. വഹുവ, ആ പദം ഏതാണ്? ഈജാബിൻ്റെത്. കസവ്വജ്തുക വ അൻകഹ്തുക, ഞാൻ നിനക്ക് തസ്വീജാക്കി തന്നു അല്ലെങ്കിൽ നിനക്ക് ഞാൻ നിക്കാഹാക്കി തന്നു. മൗലിയത്തി, എനിക്ക് വിലായത്ത് അധികാരം ഏൽപ്പിക്കപ്പെട്ട ഫുലാനത്ത ഇന്നാലിനവളെ, എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടിയായ മകളെ എന്നൊക്കെയാണ് അതിൻ്റെ വാക്യങ്ങൾ. അപ്പൊ ഇവിടെ ഈ സവ്വജ്തുക എന്നോ അല്ലെങ്കിൽ അൻകഹ്തുക എന്നോ പദം തന്നെ നിർബന്ധമാണ് ഷാഫി മദ്ഹബിൽ ഈ നിക്കാഹ് സ്വഹീഹാവാൻ. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അങ്ങനത്തെ ഒരു പദം ഉണ്ടായിട്ടില്ല. ചിലർക്ക് ന്യായീകരിക്കാം, അഖൂമു ബി സവാജി എന്ന് പറഞ്ഞില്ലേ, ഔ നിക്കാഹി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കാര്യമില്ല, വേറെ പദങ്ങൾ പറഞ്ഞാൽ പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ കേരളത്തിന് നമുക്ക് മുസ്ലിങ്ങൾക്ക് ഫിഖ്ഹിൽ മാർഗദർശനം നൽകിയ ബഹുമാനപ്പെട്ടവരുടെ ആധികാരിക ഗ്രന്ഥമാകുന്ന, കർമ്മശാസ്ത്രത്തിൽ ലോകാംഗീകൃത ഗ്രന്ഥമാകുന്ന, ഷാഫി മദ്ഹബിലെ പ്രധാന ഗ്രന്ഥമാകുന്ന ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതാണ്, ഈ പദത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ടാലൊരു പദം ഉണ്ടാകണം. സവ്വജ്തുക എന്നോ അല്ലെങ്കിൽ അൻകഹ്തുക എന്നോ പദം, അല്ലെങ്കിൽ അതിന്റെ തർജ്ജമ, അതിന്റെ പരിഭാഷയായി വരുന്ന പദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭൂതമായി വരുന്ന അതേ അർത്ഥത്തിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നു, വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല എന്ന ഹദീസിലുണ്ട്, സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഹറാമാണ്, അത് നിങ്ങൾക്ക് ഹലാലാക്കി കിട്ടിയത് അള്ളാഹുവിന്റെ വാക്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ ആ വാക്യം എന്താണ്? അത് ഖുർആനിൽ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ള വാക്യം സവ്വജിത്തു എന്നും അതുപോലെ അൻകഹ്തു എന്നൊക്കെയുള്ള പദങ്ങളാണ്. ഒഹിയ മാ വറദ ഫീ കിതാബിഹി, അത് അള്ളാഹുവിന്റെ ഖുർആനിൽ വന്ന പദമാണ്. വലം യരിദ് ഫീഹി വൈറുഹുമ, ഇത് രണ്ടും അല്ലാത്ത വേറെ പദങ്ങൾ നിക്കാഹിന് ഖുർആനിൽ വന്നിട്ടില്ല. അപ്പോ ഞാന് തസ്വീജ് കൊണ്ട് നിന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിർവഹിച്ചു എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വലാ യസിഹു, ഈജാബ് സ്വഹീഹല്ല. ബി ഉസവ്വിജുക ഔ ഉൻകിഹുക, നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നു അല്ലെങ്കിൽ കെട്ടിച്ചു തരും, നിക്കാഹ് ചെയ്ത് തരുന്നു, നിക്കാഹ് ചെയ്ത് തരും എന്നുള്ള ആ പദം കൊണ്ട് തന്നെ അലൽ ഔജിഹി, പ്രബല വീക്ഷണത്തിൽ സ്വഹീഹല്ല. ഇവിടെ സവ്വജ്തുക എന്ന പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയണം. അതേസമയം മറ്റുള്ളത് ഫ്യൂച്ചർ ടെൻസിന്റെയോ അല്ലെങ്കിൽ വർത്തമാനകാലത്തിന്റെ മേൽ അറിയിക്കുന്ന ടെൻസാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് ഫത്ഹുലും പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അതിനോട് യോജിക്കുന്നതല്ല, ഞാൻ സവാജ് കൊണ്ട് നിൽക്കുന്നു, ഞാൻ നിർവഹിക്കുന്നു എന്നാ പറഞ്ഞത്. ആ പദം തന്നെ ശരിയല്ല. പിന്നെ ഇദ്ദേഹത്തിന് രണ്ട് ഭാഗത്തു നിന്നുള്ള അധികാരം ഉണ്ടെങ്കിൽ തന്നെ അത് അധികാരം ഒരിക്കലും ആ പറയപ്പെട്ട ഉപ്പാപ്പാക്കല്ലാതെ ഇല്ല. ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ട് എന്ന് സങ്കല്പിച്ചു കൊടുക്കുക. എന്നാൽ തന്നെ അദ്ദേഹം പറയേണ്ടത് എന്താണ്? രണ്ടാളെയും വാചകം പറയണം. ഇന്നാലിന്നയാളുടെ മകളെ ഇത്ര മഹറിന് പകരം ഇന്നാലിന്നയാളുടെ മകനാകുന്ന ഇവനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്നെ വക്കാലത്ത് ഏൽപ്പിച്ചത് ഞാൻ തസ്വീജ് ചെയ്ത് കൊടുക്കുന്നു, സവ്വജ്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഖിതാബായി പറയുക അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഖബിൽതു നിക്കാഹഹ ലഹു എന്ന് കബൂലിന്റെ വാക്യവും പറയണം. അങ്ങനെ പറയാത്ത ഏത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, സാധാരണ നമ്മൾ വക്കാലത്തൊക്കെ ഏൽപ്പിക്കാറുണ്ട്, അവരൊക്കെ പറയേണ്ട ഒരു വാക്യമാണ്. വാക്യം പറഞ്ഞുകൊണ്ട് നിക്കാഹ് നിർവഹിച്ചാലേ ശരിയാവുള്ളൂ. കുംതു നിക്കാഹിന അൽബി നിക്കാഹിന അല്ലെങ്കിൽ
അഖൂമു ബി നിക്കാഹി എന്നൊക്കെ മോഡേൺ ഭാഷയിൽ ഇങ്ങനെ കുറച്ച് എഴുതിയിട്ടുകൊണ്ടൊന്നും നിക്കാഹ് സാധുവാവുകയില്ല. വലാബി കിനായത്തിൻ, അതിപ്പോൾ എല്ലാവർക്കും തിരിയില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ കെട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പദത്തിൻ്റെ കുഴപ്പമാണോ ഉള്ളത് എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്. എന്നാൽ അവിടെ വലാബി കിനായത്തിൻ, കിനായത്ത് കൊണ്ടും മറച്ചു പറയൽ കൊണ്ടും നിക്കാഹ് സാധുവാവുകയില്ല. എന്താണ് കിനായത്ത്? അഹലൽതുക ഇബ്നത്തി, എൻ്റെ മകളെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞു ഒരു പുരുഷനോട്. ഔ അഖത്തുഹാ ലക, അല്ല നിനക്ക് വേണ്ടി അവളെ ഇടപാടെടുത്തി തന്നു. അത് പറഞ്ഞാൽ പറ്റൂല. കാരണം ഖുർആനിൽ പറഞ്ഞ വാക്കല്ല നിക്കാഹിന് ആ പദങ്ങൾ. എൻ്റെ മകളെ നിനക്ക് ഹലാലാക്കി തന്നു എന്നാൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചൂടെ അത് കെട്ടിച്ചു കൊടുത്താണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറ്റില്ല എന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത്. അപ്പൊ ഈജാബിന്റെ വാക്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു തസ്വീജ് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു, വക്കാലത്താണ് രണ്ടാൾക്കും എന്ന് പറഞ്ഞു. അതൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. ഓ കബൂലും മുത്തസിലും ബിഹി, ഈജാബ് പറഞ്ഞ ഉടനെ തന്നെ കബൂൽ ഉണ്ടാകണം, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയണം. മിനസ് സൗജി, ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന്. ഓഹുവ, അതെങ്ങനെയാണ്? തസവ്വജ്തുഹാ ഔ നക്കാഹ്തുഹാ, ഞാൻ അവളെ വിവാഹം കഴിച്ചു, തസ്വീജ് ചെയ്തു അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു എന്ന പദം സൗജ് ഭർത്താവായ ആൾ പറയണം. ഫലാ ബുദ്ദ മിൻ ദാലിൻ അലൈഹ, അപ്പോൾ ആ പെണ്ണിന്റെ മേൽ അറിയിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം അവിടെ വേണം. മിൻ നഹവി ഇസ്മിൻ, പെണ്ണിന്റെ പേര് പറയണം. അവളെ എന്ന് പറഞ്ഞാൽ പറ്റൂല. ഖദീജാനെ ഫാത്തിമാനെ, ഇന്നയാളുടെ മകളാകുന്ന ഫാത്തിമാനെ എന്നോ ഖദീജാനെ എന്നൊക്കെ പറയണം. ഇസ്മു കൊണ്ട്, പേര് കൊണ്ട് പറയണോ, ലമീൻ അല്ലെങ്കിൽ ലമീർ കൊണ്ട് പറയണോ, ഇഷാറത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ സദസ്സിലിരുത്തിയ പെണ്ണാണല്ലോ ഇവളെ എന്നൊക്കെ പറയാം. എന്നാൽ അവിടെ പറഞ്ഞിട്ട് ഔ കബിൽത്തു ഔ റളീത്തു നിക്കാഹഹ, അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തസവ്വജ്തു അങ്കഹത്തു എന്ന് പറയാ, നക്കാഹത്തു എന്ന് പറയാ, ഔ കബിൽത്തു നിക്കാഹഹ എന്ന് പറയാ, റളീത്തു നിക്കാഹഹ എന്ന് പറയാ, ഔ തസ്വീജഹ എന്ന് പറയാ, അല്ലെങ്കിൽ ഔ കബിൽത്തു നിക്കാഹ, ഈ പറയപ്പെട്ട ഇവളെ നിക്കാഹിനെ ഞാൻ കബൂൽ ചെയ്തു. അവി തസ്വീജ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട തസ്വീജിനെ ഞാൻ കബൂൽ ചെയ്തു എന്ന് പറയുകയും ചെയ്യാം. ലാ കബിൽത്തു, ഇങ്ങനെ നിനക്ക് ഇന്ന ആളുടെ മകളെ ഞാൻ കെട്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവില്ല. എന്ത് സ്വീകരിച്ചു, ആരെ സ്വീകരിച്ചു അതും കൂടി പറയണം. വലാ കബിൽത്തുഹ, ഞാൻ അവളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും പറ്റില്ല. മുത്തലക്ക നിരുപാധികമായിട്ട് കബിൽത്തുഹ എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പൊ അവിടെ എല്ലാവർക്കും തിരിയില്ല, പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റൂല എന്ന് ശറഅ് പറഞ്ഞാൽ പറ്റില്ല. അയൽ മങ്കൂഹ, വിവാഹം ചെയ്യപ്പെട്ട ആ പെണ്ണിനെ കബൂൽ ചെയ്തു എന്നാണ്. വലാ കബിൽത്തുഹു, നിക്കാഹിനെ ഞാൻ കബൂൽ ചെയ്തു എന്ന് പറഞ്ഞാലും പോരാ. പിന്നെ എങ്ങനെ പറയേണ്ടത്? കബിൽത്തു നിക്കാഹ, അവളുടെ നിക്കാഹിനെ, കബിൽത്തു നിക്കാഹ ഫാത്തിമ എന്നൊക്കെ പറയൽ നിർബന്ധമാണ്. അവിടെ നിക്കാഹിനെ സ്വീകരിച്ചു എന്നോ ഞാൻ സ്വീകരിച്ചു എന്നോ പറഞ്ഞാൽ പോരാ. ആ അവിടെ നടത്തി ആ നിക്കാഹിനെ സ്വീകരിച്ചു എന്ന് പറയണം. അല്ലെങ്കിൽ അവളെ നിക്കാഹ് നടത്തിയ ഈ കാര്യത്തിനെ അംഗീകരിച്ചു, കബൂൽ ചെയ്തു എന്ന് പറയണം. അപ്പോൾ വൽ ഔലാഫിൽ കബൂല്, കബൂൽ ചെയ്യുമ്പോൾ പല പദങ്ങൾ കൊണ്ട് പറയുമെങ്കിലും കബിൽത്തു നിക്കാഹ എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ലിഅന്നഹുൽ കബൂലുൽ ഹഖീഖിയു, അതാണ് യഥാർത്ഥ കബൂലിന്റെ വാക്യം. അപ്പൊ ഇവിടെ ഈജാബ് എന്ന് പറയുന്നത് ഇപ്പൊ ഇയാൾ രണ്ട് ഭാഗം ഏറ്റെടുത്ത ഒരാളാണ്. അങ്ങനത്തെ ഈജാബിന്റെ സാധുവാകുന്ന ഒരു പദമോട് ഉണ്ടായിട്ടില്ല. പുതിയാപ്പളുടെ കാര്യങ്ങൾ അദ്ദേഹം വക്കാലത്തായി ഏറ്റെടുത്തെന്ന് കൂട്ടുക. എന്നാൽ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അതിപ്പോൾ ഇയാൾക്ക് ഏറ്റെടുക്കാൻ അവിടെ പറ്റൂല. കാരണം ഇയാൾ ഒരാളുടെ വലിയാണ്. രണ്ടും കൂടി ഏറ്റെടുക്കാൻ ഒരാൾക്ക് അധികാരമുള്ളത് ആ പറയപ്പെട്ട രീതിയിലുള്ള ഒരു ഉപ്പാപ്പക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ദുർബല വീക്ഷണത്തിൽ ഇയാൾക്ക് അധികാരമുണ്ടെന്ന് വെച്ചു കൊടുത്താൽ തന്നെയും ഇദ്ദേഹം എന്ത് ചെയ്യണം? ആ കബൂൽ ചെയ്തു എന്നുള്ള പദം കബിൽത്തു എന്നോ തസവ്വജ്തു എന്നോ നക്കാഹത്തു എന്നോ പറയണം. അതിനോടുകൂടെ ലഹു എന്നും കൂടി പറയണം. അതായത് ഞാൻ കബൂൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയാക്കി എന്നാണല്ലേ അർത്ഥം. മറിച്ച് കബിൽത്തു നിക്കാഹ ലഹു, എന്നെ ഏൽപ്പിച്ച ആ കക്ഷിക്ക് ഞാൻ ഇവളെ കബൂൽ ചെയ്തു ഈ നിക്കാഹിനെ എന്ന് പറയണം. അപ്പൊ ഇവിടെ അത് രണ്ടുണ്ടായിട്ടില്ല, വക്കാലത്ത് ശരിയായിട്ടില്ല. അപ്പൊ പല നിലക്കുള്ള ചികിത്സകൾ, കേരളത്തിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ചികിത്സകൾക്ക് വിധേയമാക്കപ്പെടേണ്ട ഒരാളായി ഈ വിലായത്തും ഈ വിലായത്തിന്റെ പോസ്റ്റിൽ നിൽക്കുന്ന ആളും അവിടെ ഒരുമിച്ച് കൂടിയ പ്രകടനം നടത്തുന്നത് പോലെ നിക്കാഹ് ചെയ്യുമ്പോൾ ആരെങ്കിലും കൂക്ക് വിളിക്കുന്നതോ പൊട്ടിച്ചിരിക്കുന്നതോ നമ്മൾ കാണാറില്ല. അതൊക്കെ നല്ല ഭക്തിസാന്ദ്രമായ ഒരു ഇബാദത്തിന്റെ ഒരു സദസ്സാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള രണ്ടാളുകൾക്ക് ഹറാമായ കാര്യങ്ങൾ ഹലാലാകാനുള്ള മാർഗമാണ് എന്ന നിലക്കുള്ള ഇബാദത്തിന്റെ ഒരു മജ്ലിസായിട്ട്
അവരതിനനുസരിച്ച് ഒരു സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് എല്ലാവരും ഇരിക്കണം. അവിടെ പ്രകടനം നടത്തുന്നത് പോലെ കൂക്കി വിളിക്കുക, കൈ കൊട്ടുക എന്ന് പറയുന്ന ഏതെങ്കിലും യുക്തിവാദികളുടെ മതമായിരിക്കാം അത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെ മതമായിരിക്കാം. അതാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മൊത്തം കുടുംബത്തിന്റെ പേരിലും ഞാൻ നന്ദിയും സന്തോഷവും ഒക്കെ അവർക്ക് അവരിഷ്ടം പോലെ നടത്താൻ നമുക്ക് പരാതിയില്ല. കാരണം സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ആർക്കും എന്തും ചെയ്യാന്നാണല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം തന്നെ അതാണ്. തോന്നിയ മാതിരി ആർക്കും ചെയ്യാം, എന്തും ചെയ്യാം. അത് ആർക്കെങ്കിലും ബാധിച്ചാലോ അതും പ്രശ്നമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പൊ ഇവിടെ തർജ്ജമ കൊണ്ട് നിക്കാഹ് സഹിയാകും. അപ്പൊ ഇതുകൊണ്ട് മലയാളത്തിലെ ആൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞുള്ളത് മനസ്സമ്മതാണ്. ഇവർ രണ്ടാളെ വിവാഹം കഴിക്കാൻ ഈ മഹറിന് സമ്മതാണോ ആണ് എന്ന് പറഞ്ഞ പദം കൊണ്ട് പറഞ്ഞിട്ടില്ല. പദം കൊണ്ട് പറഞ്ഞാലോ പോരാ, അത് സമ്മതാണ് എന്നുള്ള സമ്മതം ചോദിക്കലുണ്ടല്ലോ ഒരു പെണ്ണിനോടൊക്കെ. സാധാരണ സയ്യിബായ മുജ്ബിർ അല്ലാത്ത വലിയ കെട്ടിക്കുമ്പോൾ സമ്മതം ചോദിക്കൽ നിർബന്ധമാണ്. മുജ്ബിർ ആണെങ്കിൽ തന്നെ സമ്മതം ചോദിക്കേണ്ട ചില പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമ്മതം മാത്രമേ ഈ തലാട്ടൽ കൊണ്ടും ഈ അംഗീകാരം കൊണ്ടൊക്കെ വരികയുള്ളൂ. ഇവിടെ പുരുഷൻ അവിടെ ഇരുന്ന് കണ്ട് വക്കീലാണ്, തന്റെ വക്കീലാണ് എങ്കിൽ അവൻ തലാട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ആളെ ഏൽപ്പിച്ചിക്കണല്ലോ, അതുകൊണ്ട് അയാൾ സ്വീകരിച്ചിട്ട് തന്നാ മതി എന്ന് വിചാരിച്ചിരുന്നാൽ മതി. അപ്പൊ ഏത് അർത്ഥത്തിൽ ചിന്തിച്ചാലും വളരെ അപകടകരമായ ഒരു കൂട്ടിക്കൊടുപ്പ് എന്നാണ് ഇതിനെ പറയേണ്ടത്. ഇതിന് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ പറയരുത്. ഇവര് ഉദ്ദേശിക്കുന്ന ഒരു മോഡേൺ ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാമിന്റെ ഏതെങ്കിലും വകുപ്പാണെങ്കിൽ അതിന്റെ ഷർത്തും ഫർളൊക്കെ ഒത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ അംഗീകരിക്കാൻ കഴിയയില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ വക്കാലത്തായിട്ട് ഏൽപ്പിക്കുക എന്നുള്ള അതും ഫാൾട്ടാണ്. ഇവിടെ നിക്കാഹ് വക്കാലത്തായിട്ട് ചെയ്തു കൊടുക്കുന്ന രൂപത്തിനും എതിരായിട്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ശരിയായ രീതിയിൽ ഇദ്ദേഹത്തിനിക്ക് രണ്ടാളും കൂടി വക്കീലാകാൻ പറ്റില്ല. ഇനി രണ്ട് ഭാഗത്തും വക്കീലാണ് ഉള്ളത് എങ്കിൽ ആ പെണ്ണിന്റെ വക്കീൽ പറയേണ്ടത് എന്താണ്? പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള വക്കീൽ, അത് പെണ്ണിന്റെ വലിയ ഉപ്പയോ ഉപ്പാപ്പയോ ബന്ധപ്പെട്ട ആരാണോ വലിയ അവര് വക്കാലത്താക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത്, അതിന് ഫതഹുൽ മുഈൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. വയജൂസുൽ സൗജിൻ, ഭർത്താവിനിക്ക് അനുവദനീയമാണ് തൗക്കീലുൻ, വക്കാലത്ത് ഏൽപ്പിക്കാം, ഫീ ഖബൂലിഹി, നിക്കാഹിനെ കബൂലാക്കുന്ന വിഷയത്തിൽ. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഫയഖൂലു, അപ്പൊ പറയാം, വക്കീലുൽ വലിയി, വലിയിന്റെ വക്കീൽ പറയണം. പെണ്ണിന്റെ ഉപ്പ ഉപ്പാപ്പ ആങ്ങള ആരാണോ ആ പോസ്റ്റിലുള്ളത് അതാണിപ്പോ വലിയി. ആ വലിയി നേരിട്ട് വരുന്നില്ല, അദ്ദേഹം ഏൽപ്പിച്ച ഒരാള്. ആ വക്കീൽ പറയണം ലിസൗജി, വിവാഹം കഴിക്കാൻ വന്നിട്ടുള്ള പുരുഷനാകുന്ന ഭർത്താവിനോട് പറയണം. നേരിട്ട് ഭർത്താവ് ഉണ്ടെങ്കിലുള്ള ഒരു രൂപമാണത്. എന്താ പറയേണ്ടത്? സവ്വജുതുക, നിനക്ക് ഞാൻ കെട്ടിച്ചെന്നു ഫുലാനത്ത ഫാത്തിമയെ, ഇന്നാലിന്നവളെ, അഥവാ ഒരു പേര് നമ്മൾ വെക്കുക, ഫാത്തിമയെ. ആ ഫാത്തിമ ആരാണ് അതും കൂടി അഡ്രസ് ചെയ്യണം. ബിന്ത ഫുലാനിൻ, ഇന്നാളുടെ മകളായ, ഉദാഹരണമായിട്ട് മുഹമ്മദിന്റെ മകളായ. ആരാണ് ഈ മുഹമ്മദ്? ഒന്നും കൂടി ഒരു പരിചയപ്പെടണം. ഇബ്നു ഫുലാനിൻ, ഇന്നാളുടെ മകന്. അവൻ മുഹമ്മദിന്റെ മകളാണ്. ആ മുഹമ്മദ് ആരുടെ മകനാണ്? പോക്കറിന്റെ മകനാണ്. അപ്പൊ പോക്കറിന്റെ മകനാകുന്ന മുഹമ്മദ്, അദ്ദേഹമാണ് വലിയ, അദ്ദേഹത്തിന്റെ വക്കീലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് പറയണം, വലിയന്റെ വക്കീൽ പറയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ഈ വക്കാലത്തിന്റെ കഥ ചിലപ്പോൾ ഈ സദസ്സിലുള്ള വലിയന് സാക്ഷികൾക്കോ ഭർത്താവിനൊന്നും അറിയില്ല. വലിയനാണ് നേരിട്ട് വന്നാണ് വിവാഹം കഴിക്കുന്നതെന്നായിരിക്കും ധരിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും അറിയാത്ത ഒരു നിക്കാഹാണ് ഇവിടെ നടത്തുന്നതെങ്കിൽ, അത് വക്കാലത്ത് ഏൽപ്പിച്ചു എന്ന വിവരം കിട്ടാത്ത ഒരു നിക്കാഹാണ് ഇവിടെ വക്കാലത്ത് വഴി നടത്തുന്നത് എങ്കിൽ അവിടെ സുമ്മയക്കൂലു, അപ്പോൾ ഈ വലിയന്റെ സ്ഥാനത്ത് വന്ന വക്കീൽ പറയണം, മുവക്കിലി, എന്നെ വക്കാലത്താക്കിയ കുഞ്ഞിപ്പോക്കറിന്റെ മകനാകുന്ന മുഹമ്മദ്, ആ മുഹമ്മദിന്റെ മകളാകുന്ന ഫാത്തിമ, അവളെ ഞാൻ വിവാഹം കഴിച്ചു തന്നു എന്ന് പറയണം. ഔ വക്കാലത്തൻ അൻഹു, അല്ലെങ്കിൽ ആ മുഹമ്മദിനിക്ക് വക്കാലത്തായിട്ട് ഞാൻ വിവാഹം കഴിച്ചു തന്നു എന്ന് പറയണം. അങ്ങനെ ആ പദം പറയേണ്ടത് ഈ ആളുകൾക്ക് വക്കാലത്തിന്റെ കഥ അറിയില്ലെങ്കിലാണ്. അറിയുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അയാൾക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്നെ വക്കാലത്താക്കിയ എനിക്ക് അധികാരമായല്ലോ, അതുകൊണ്ട് ഇന്നാളുടെ മകന്റെ മകളാകുന്ന ഫാത്തിമയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ മതി. അങ്ങനെയാകുമ്പോൾ മറുഭാഗത്തും
ഇനി വക്കീലാണുള്ളത്, ഭർത്താവിന്റെ ഭാഗത്തും വക്കീലാണുള്ളത് എങ്കിൽ വയക്കൂലുൽ വലിയു, വലിയ പറയണം. ആരോട് പറയണം? ലി വക്കീലി സൗജി, സൗജിന്റെ ഭാഗത്തു നിന്നാണ് ഇനി വക്കീൽ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ വാപ്പ നേരിട്ടേനുണ്ട്, പെണ്ണിന്റെ വാപ്പ നേരിട്ടേനെ, വാപ്പാന്നല്ല വലിയന്റെ പോസ്റ്റിലുള്ള ആള്, വാപ്പി പാപ്പിയും ആങ്ങളാരും എളപ്പാരൊക്കെ വരുന്ന രംഗങ്ങളുണ്ടല്ലോ, കാതേരി വരെ ആകുന്ന രംഗങ്ങളുണ്ട്. അപ്പൊ ആ വലിയായ ആള് പറയണം. ആരോട് പറയണം? ഭർത്താവ് വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്ത് ലി വക്കീലി സൗജി, ഭർത്താവിന്റെ വക്കീലിനോട് പറയണം, സവ്വജ്തു ബിൻതി, എന്റെ മകളെ ഞാൻ കെട്ടിച്ചു തന്നു. ആർക്ക്? ഫുലാന, അബ്ദുറഹ്മാനിക്ക് കെട്ടിച്ചു തന്നു. ഇബ്നു ഫുലാൻ, അബ്ദുറഹീമിന്റെ. അപ്പൊ അബ്ദുറഹീമിന്റെ മകനാകുന്ന അബ്ദുറഹ്മാന്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് തന്നു എന്ന് പറയണം. പേര് നമ്മൾ ഉദാഹരണമായി കൊടുത്താണ്. ഫയഖൂലു വക്കീലുഹു, അപ്പൊ ഭർത്താവ് ഏൽപ്പിച്ച വക്കീല് പറയണം. കമാ യഖൂലു വലിയുസബി, കുട്ടിന്റെ വലിയാകുമ്പോൾ അവിടെ പറയേണ്ടതുപോലെ ഈന യഖ്ബലു നിക്കാഹു, ആ കുട്ടിക്ക് വേണ്ടി നിക്കാഹ് സ്വീകരിക്കുന്ന സമയത്ത് പിന്നെ വക്കീൽ പറയേണ്ടതുപോലെ എന്താ പറയേണ്ടത്? ഖബിൽതു നിക്കാഹഹാ ലഹു, ഈ നിക്കാഹിനെ, ഈ പെണ്ണിന്റെ നിക്കാഹിനെ ഞാൻ അവനിക്ക് വേണ്ടി, ആ ഭർത്താവിനിക്ക് വേണ്ടി, ആ പറയപ്പെട്ട ആൾക്ക് വേണ്ടി സ്വീകരിച്ചു എന്ന് പറയണം. അപ്പൊ ഖബിൽതു നിക്കാഹ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവളുടെ നിക്കാഹിനെ ഞാൻ കബൂലാക്കി എന്ന് പറഞ്ഞാൽ അത് ഓനക്ക് പെരി കൊണ്ടാൻ പറ്റിയ പെണ്ണായതിനെ അതിനർത്ഥമുള്ളൂ. മറിച്ച് ആ നിക്കാഹിനെ ഞാൻ സ്വീകരിച്ചു, ലഹു, എന്നെ ഏൽപ്പിച്ചതായ ഭർത്താവിനിക്ക് വേണ്ടി എന്ന് പറയൽ നിർബന്ധമാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും തിരിയല്ലോ, ഒരുമിച്ച് കൂടിയത് ആർക്ക് വേണ്ടിയാണ് എന്നൊന്നും പറഞ്ഞാൽ ന്യായം കൊണ്ടൊന്നും കാര്യമില്ല. ഫൈൻ തറക്ക, ഇനി ഒരാൾ ഉപേക്ഷിച്ചാൽ, ഫൈൻ തുരിക്ക ലഫ്ലത്തു ലഹു, ലഹു എന്ന പദം പറഞ്ഞില്ല, അവനിക്ക് വേണ്ടി, എന്നെ ഏൽപ്പിച്ച ഭർത്താവിന് വേണ്ടി എന്ന പദം അവിടെ പറഞ്ഞില്ല എങ്കിൽ ലം യസിഹൻ നിക്കാഹു, നിക്കാഹ് സഹിയാവുകയില്ല. വൈനവൽ മുവക്കിലാവി തിഫ്ല, ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ നിക്കാഹ് ഏറ്റെടുത്തത് നിർവഹിച്ചത് എന്ന് അവൻ കരുതിക്കണ മനസ്സിൽ, പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, എന്നാലും പറ്റൂല. അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ആൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയുക തന്നെ വേണം. ഇനിയിപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ ഒരു ഭാഗത്തിന്റെ വലിയായിട്ടേ വരാൻ പറ്റുള്ളൂ, ഈ പെണ്ണിന്റെ വലിയായിട്ട്, മറുഭാഗത്ത് വേറെ വലിയാണോ അല്ലെങ്കിൽ പുതിയാപ്പിളെ നേരിട്ട് വേണം. അപ്പൊ അവിടെ വലിയാണെങ്കിലൊക്കെ രണ്ട് കൂട്ടർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന പദം പറഞ്ഞിട്ട്, ആ വലിയപ്പന്റെ ചരിത്രം പറയുകയാണെങ്കിൽ തന്നെ അവിടെയും അദ്ദേഹം ആദ്യം എൻ്റെ ഇന്നാലിന്ന മകന്റെ മകളെ എൻ്റെ ഇന്നാലിന്ന മകളുടെ മകനിക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ആദ്യം ഈജാബിന്റെ പദം പറയണം. അതിന് ശേഷം എൻ്റെ ഇന്നാലിന്നയാളുടെ മകളെ ഇന്നാലിന്നയാളുടെ മകനായ നിനക്ക് വേണ്ടി ഞാൻ കബൂൽ ചെയ്തു എന്ന് വളരെ വ്യക്തമായി സുതാര്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ അംഗീകൃത നിക്കാഹായി അതിനെ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ബിഗിയ ഇത് സംബന്ധമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. ഈ രണ്ട് ഭാഗത്തു നിന്നുമുള്ള വക്കാലത്ത് ഏറ്റെടുക്കാൻ സാധാരണ ആർക്കും അധികാരമില്ല. ഒരു വാപ്പാക്ക് പോലും അധികാരമില്ല, ഒരു ഉപ്പാപ്പാക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന മസ്അലയിൽ ലാ യജൂസു തവല്ലി തൊറഫൈ അഖ്ദിൻ നിക്കാഹി ഇല്ലാ ലിൽ ജദ്ദി, ഒരു തരം ജദ്ദിനിക്കല്ലാതെ നിക്കാഹിന്റെ അഖ്ദിന്റെ രണ്ട് ഭാഗവും ഈജാബും കബൂലും ഏറ്റെടുക്കൽ ജായിസാവുകയില്ല എന്ന് പറഞ്ഞിട്ട് അയാള് ഏറ്റെടുത്തുകാണ്ട് ഞാൻ അഖൂമു ബിസ്സവാജി അവിൻ നിക്കാഹി എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അവിടെ പറയുന്നു ബി ഷർത്തി അൻ യഅ്തിയ, ആ ഏറ്റെടുത്ത വല്യപ്പ കൊണ്ടുവരണം ബി സീഗത്തയിൽ ഈജാബി വൽ കബൂൽ, ഈജാബിന്റെയും കബൂലിന്റെയും പദങ്ങൾ തന്നെ കൊണ്ടുവരണം. വാൻ യഖ്രിനൽ കബൂല, അപ്പോൾ ഈജാബ് പറഞ്ഞാണ്ട് കബിൽത്തു എന്നുകൊണ്ട് പറയരുത്. ഈജാബ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെയാണല്ലോ കബൂൽ ചെയ്യാനുള്ള ആള്. അപ്പോൾ ആ കബൂല് എന്ന് പറയുന്നതിനോട് അന്വരിപ്പിച്ചു കൊണ്ടുവരണം ബി വാവിൽ അത്ഫി, അത്ഫിന്റെ വാവിനെ, അല്ലെങ്കിൽ ഒന്നായിട്ട് ഒറ്റ വാക്കാന്ന് കരുതി പോകും. അഖൂമു സവാജ് രണ്ടാക്കും കൂടി ഒറ്റ പദം പറഞ്ഞില്ല അവിടെ ആ പദം തന്നെ അതിന് പറ്റിയ പദമല്ല, ഞാണെങ്കിൽ തന്നെയും അത് സഹിയല്ല. അപ്പൊ അവിടെ എന്ത് പറയണം? ഈ പിതാമഹനെ ഏറ്റെടുത്ത് കബൂലാക്കുമ്പോൾ വ കബിൽതു എന്ന് പറയണം. ഇന്നാലിന്ന കുട്ടിനെ ഞാൻ കല്യാണം കഴിച്ചു തന്നു പറഞ്ഞാണ്ട് അതിന്റെ ശേഷം വ കബിൽതു, ഞാൻ സ്വീകരിക്കുകയും ചെയ്തു.
അല്ലെങ്കിൽ കബിൽത്തു തന്നെ ആദ്യം പറഞ്ഞപ്പോൾ അതിനോട് അനുബന്ധമായി പോയി പോകും. അപ്പം ഇത് മറ്റേ ഭാഗത്തു നിന്നുള്ള കബൂലിൻ്റെ വാക്കാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി വാവ് കൂട്ടിയിട്ട് പറയണം. കമാ റജ്ജഹു ഫി തുഹ്ഫ, ഇത് തുഹ്ഫയിൽ വളരെ പ്രബലമാക്കി പറഞ്ഞ അഭിപ്രായം പോലെയാണ്. ഖറജ ബിൽ ജദ്ദിൽ മദ്കൂരി, ഈ പറയപ്പെട്ട പിതാമഹൻ, എല്ലാ പിതാമഹനും ഇല്ല, അതൊരു പ്രത്യേക പിതാമഹനാണ്. അതിനതിൻ്റെ പ്രത്യേകമായൊരു വീഡിയോ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്തത്. ആ പറയപ്പെട്ട ജദ്ദ് കൊണ്ട് പുറപ്പെട്ടു. കാരണം വേറൊരാൾക്കും ലോകത്ത് അധികാരമില്ല, അതുകൊണ്ട് പിന്നെ വേറെ ഒരാൾക്ക് രണ്ട് ഭാഗം ഏറ്റെടുക്കാനുള്ള ഇദ്ദേഹം ഏറ്റെടുത്തത് പോലുള്ളൊരു ഏറ്റെടുക്കലിന് യാതൊരു അധികാരം ആർക്കും ഇല്ല. ഖറജ ബിൽ ജദ്ദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട ജദ്ദിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു. നഹ്വുൽ അമ്മി, എളാപ്പാക്ക് അധികാരമില്ല, എളാപ്പാനെ പോലുള്ളവർ, വൽ ഹാക്കിമി, ഭരണാധികാരിയായ ഖാദിയെ പോലുള്ള ആളുകൾ, ഫി തസ്വീജ് ബിനിഹിൽ മഹ്ജൂരി ബിമൗലിയത്തിഹി, ഇതുപോലെയുള്ള ആ ഉപ്പാപ്പ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതായ ഒരു ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ ഈ എളാപ്പാക്കോ ഭരണാധികാരിക്കോ പോലുമോ അധികാരമില്ല. ഈ ഉപ്പാപ്പാക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയ അധികാരമാണ്. ഫലായത്തവല്ലി തൊറഫൈൻ, അപ്പം ആ രണ്ട് കാര്യം കൂടി അവനക്ക് ഏറ്റെടുക്കാൻ കഴിയൂല എന്നാണ് ബിഗയയിൽ 333 പേജിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉപ്പാപ്പാക്ക് തന്നെ ഏറ്റെടുത്ത് പറയുകയാണെങ്കിൽ ഈജാബ് കബൂലിലെ പദം പറയാൻ നിർബന്ധമാണ്. അങ്ങനെ രണ്ട് ഭാഗം കൂടി ഏറ്റെടുക്കാൻ ലോകത്ത് മറ്റൊരാൾക്കും അധികാരവും ഇല്ല. അപ്പോൾ ആ അധികാരം ഇല്ലാത്തത് ഇപ്പം ഇദ്ദേഹം ഏറ്റെടുത്തത് ഒന്നിരിക്കൽ യുക്തിവാദമാണ്, അല്ലെങ്കിൽ മോഡേണിസമാണ്. അതൊക്കെ മുസ്ലിം ഉമ്മത്ത് കരുതിയിരിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. ഇവിടെ വക്കീലായി ഈ രണ്ട് വിഭാഗത്തിനും വേണ്ടി വർക്ക് ചെയ്യാൻ ഒരാളെ നിശ്ചയിക്കാൻ പറ്റില്ല. അത് അപൂർവമായി ഒരു ഉപ്പാപ്പ മാത്രമുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും വക്കീലിനെ ഇറക്കിയാൽ അവിടെ, അതായത് പെണ്ണിന്റെ വലിയ നേരിട്ട് നിക്കാഹ് കഴിക്കുന്നില്ല, അയാൾ വേറെ ആളെ വക്കീലാക്കിയിരിക്കുകയാണ്. അയാൾക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല, ആ കാരണത്താൽ നിബന്ധനാടിസ്ഥാനത്തിൽ അദ്ദേഹം വക്കാലത്താക്കി. അപ്പൊ പെണ്ണിന്റെ വക്കീലാണുള്ളത്, പെണ്ണിന്റെ നിക്കാഹിക്കാൻ വലിയ വക്കീലാണുള്ളത്. എന്നാൽ അദ്ദേഹം ഒരുമിച്ച് കൂടി, അതുപോലെ പുതിയാപ്പൾക്ക് എന്തോ തടസ്സം ഉണ്ടായി വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുണ്ട്, അവനക്ക് തലാട്ടാനേ അറിയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കാരണമായിക്കൊണ്ട് ഈജാബിന്റെ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല, അവനും ഒരാളെ വക്കീലാക്കി. അങ്ങനെ വക്കീലാക്കിയാൽ അവിടെ നിക്കാഹ് നടത്തേണ്ട രൂപം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എല്ലാ അർത്ഥത്തിലും ഒരു തോന്നിവാസം, മതത്തിന്റെ പേരിൽ തോന്നിവാസം, കേരളത്തിൽ എവിടെയും ചികിത്സയില്ലാത്ത ഒരു തോന്നിവാസമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ നിക്കാഹിലെ കൂക്കുവിളി, ഈ കൂക്കുവിളിക്കൊക്കെ പറ്റിയത് തന്നെയാണിത്. പ്രകടനത്തിനും അതുപോലെ തന്നെ ഇങ്ങനെ ഉത്സവങ്ങൾക്കൊക്കെയാണല്ലോ ഈ കൂക്കുവിളിയൊക്കെ ഉണ്ടാവല്. അതാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിലെ ഈ കാര്യങ്ങളൊക്കെ പൊളിച്ചെയ്താൻ വേണ്ടി വന്നിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഓരോന്നിനും പറയപ്പെട്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അതെല്ലാവർക്കും തിരിയൂലേ, ആ പറഞ്ഞ ഉദ്ദേശം അവിടെ ഒരുമിച്ച് കൂടിയത് കെട്ടിച്ചെടുക്കാനല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഹലൽത്തുക്ക സൗജ ബിന്തി എന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല എന്ന് പറഞ്ഞത്. എൻ്റെ മകളെ നിനക്ക് ഹലാലാക്കി തന്നു പറഞ്ഞാൽ ഏത് ബുദ്ധിയുള്ള ആൾക്കും തിരിയുമല്ലോ, ഓനെ ഭാര്യയാക്കി തന്നിയെന്ന് തന്നെയാണല്ലോ പറഞ്ഞതെന്ന്. പക്ഷെ അത് പറ്റില്ല, അത് ഖുർആനിൽ പറയപ്പെട്ട അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ പറയപ്പെട്ട വാക്കല്ല, അതുകൊണ്ട് അത് പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ വേണ്ടി യുക്തിവാദികൾക്കൊപ്പം തുള്ളുന്ന, അല്ല ഇവർ തന്നെ യുക്തിവാദികളോ കാദിയാനികളോ ആരോ ആവാം, ഇത്തരം ആളുകൾ ഇവിടെ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് ഇത് നമുക്കിവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങൾ മുഴുവനും പാലിച്ച് പറയേണ്ടത് പറഞ്ഞും ചെയ്യേണ്ടത് ചെയ്തും കരുതേണ്ടത് കരുതിയും ഒക്കെ ഇബാദത്തുകൾ എങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ ആ രീതിയിൽ ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കി പരലോകം സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു.